മോർണിംഗ് ഡിയേഴ്സ്. എനിക്ക് ആദ്യമായിട്ട് ഇങ്ങോട്ട് പറയാനുള്ളത്, നിങ്ങൾക്കറിയാലോ കൊറോണ ഇപ്പോൾ വല്ലാണ്ട് എല്ലായിടത്തും പടർന്ന് പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കുക കേട്ടോ. പിന്നെ വെറുതെ പുറത്തിറങ്ങി നടക്കാനൊന്നും പോവണ്ട. കാരണം ഇപ്പോൾ എവിടുന്ന് എങ്ങനെ കിട്ടുന്നു എന്നൊന്നും അറിയുന്നില്ല. നമ്മുടെ ചെറിയൊരു അനാവസ്ഥ കൊണ്ട് നമ്മുടെ വീട്ടുകാർ മൊത്തത്തിൽ, നമുക്ക് മാത്രമല്ല നമ്മളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ ഫാമിലി മൊത്തം അതിനിരയാവും. അതുകൊണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കുക. വീട്ടിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ വല്ല പണിയുണ്ടെങ്കിലൊക്കെ ചെയ്യുക കേട്ടോ. സേഫായിട്ടുള്ള ജോലികൾക്ക് മാത്രം പോയാൽ മതി ഇപ്പോഴത്തെ കണ്ടീഷനിൽ. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയൊരു ടോപ്പിക്കാണ്. ഇതിൽ തന്നെ ഈ ഫൈനൽ അക്കൗണ്ട് ഓഫ് ബാങ്കിങ് കമ്പനി എന്ന് പറയുന്ന ചാപ്റ്റർ ഇപ്പോഴും തീർന്നിട്ടില്ല. നമ്മൾ 1.5 മാസത്തോളം ഇതിമ കടന്ന് കഷ്ടപ്പെടുകയാണ് കേട്ടോ. അതാണ് ഈ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ പല ടോപ്പിക്സിന്റെയും പ്രത്യേകത. നമുക്ക് പെട്ടെന്ന് അടിച്ചിട്ട് പോകാൻ പറ്റില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഫൈനൽ അക്കൗണ്ട് ഓഫ് ബാങ്കിങ് കമ്പനിയിൽ അനദർ സ്പെഷ്യൽ ഐറ്റം ആണ്. ഇപ്പൊ നമ്മൾ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് പഠിച്ചു, പിന്നെ പ്രൊവിഷൻ ഫോർ നോൺ പെർഫോമിംഗ് അസറ്റ് അത് പഠിച്ചു. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, നമ്മൾ പറഞ്ഞല്ലോ ഡൗട്ട്ഫുൾ അപ് ടു ഇത്ര ഇയർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ. അതിന്മേൽ കിട്ടുന്ന ഇൻട്രസ്റ്റ്, അതിന്മേൽ ഡ്യൂ ആവുന്ന ഇൻട്രസ്റ്റ് എന്താ ചെയ്യുക എന്നൊരു പ്രോബ്ലം എറൈസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. എന്താ ഇൻട്രസ്റ്റ് ഓൺ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്? ഇപ്പൊ ലോണ് നമ്മൾ എടുത്തു, അതിന്മേൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടണം, ബട്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നില്ല, ഡൗട്ട്ഫുൾ ആയി നിൽക്കുകയാണ്, നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അത്ര സിറ്റുവേഷനിൽ ആ ഇയർ എൻഡിൽ ആ ഇൻട്രസ്റ്റ് നമ്മൾ ഇൻട്രസ്റ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയോ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, when a debt is found to be doubtful at the end of the accounting year, when the debt is doubtful, debt എന്താണ്? കടം ഡൗട്ട്ഫുൾ ആയിരിക്കണം. അതിനർത്ഥം എന്താണ്? അതിനുള്ള ഇൻട്രസ്റ്റ് ഒന്നും കിട്ടാതിരിക്കണം. എന്താണ്? when the debt is found to be doubtful at the end of the accounting year, accounting yearന്റെ എൻഡിലും ഡെപ്റ്റ് എന്തായിട്ട് കിടക്കാണ്? ഡൗട്ട്ഫുൾ ആയിട്ട് കിടക്കാണ്. നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല? ഇൻട്രസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടൂല എന്നുള്ളൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലെ. അത്ര സിറ്റുവേഷനിൽ a question arises whether the interest on that debt to be credited to the interest account or not എന്നാണ്. ഇപ്പോ ഞാനൊരു ബാങ്കിൽ നിന്നും 1 കോടി രൂപ ലോൺ എടുത്തു, പക്ഷെ അത് ഡൗട്ട്ഫുൾ ആയിരിക്കാണ്. അപ്പോ ആ 1 കോടി രൂപയുടെ ലോണിന്മേലുള്ള ഇൻട്രസ്റ്റ് കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടിക്കണോ? ഇല്ല. പക്ഷെ അത് ഇൻട്രസ്റ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ റൈസ് ചെയ്യും. എന്തായാലും അക്കൗണ്ടിങ് ഇയർ എൻഡില് ഇൻട്രസ്റ്റ് നമ്മൾ ഇൻട്രസ്റ്റ് അക്കൗണ്ടിലേക്ക് മാറ്റണല്ലോ. അവിടെ നമ്മൾ ആ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കിട്ടിയിട്ടില്ല, റിയലൈസ് ചെയ്തിട്ടില്ല, നമുക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല. ആ ഇൻട്രസ്റ്റ് നമ്മൾ ഇൻട്രസ്റ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ റൈസ് ചെയ്യും. അത്തരം സിറ്റുവേഷനില് there is no doubt that interest has accrued. അവിടെ എന്താണ്? ഇൻട്രസ്റ്റ് അക്രൂഡ് ഇതിങ്ങനെ വരികയാണ്. ഈ വർഷവും കിട്ടിയില്ല, അടുത്ത വർഷവും കിട്ടിയില്ല. ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടണം, അത് അക്രൂഡ് ചെയ്ത് ഇങ്ങനെ കുമിഞ്ഞു കൂടി വരികയാണ്. പക്ഷെ ആര് തരുന്നില്ല? ലോൺ എടുത്ത ആള് തരുന്നില്ല അല്ലെ. In the meantime, the realization of interest is doubtful. നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് ഉറപ്പില്ല. ഉണ്ടോ? ലോൺ എടുത്തിട്ട് എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റെസ്പോൺസും ഇല്ലാതെ നിൽക്കുകയാണ്. അത്തരം സിറ്റുവേഷനിൽ ആ ലോണുമ്മ ഇൻട്രസ്റ്റ് കിട്ടുന്ന ഉറപ്പുണ്ടോ? ഇല്ല. ഇൻട്രസ്റ്റ് എന്താണ്? ഡൗട്ട്ഫുൾ ആണ്. അത്തരം സിറ്റുവേഷനിൽ an income cannot be considered as income unless and until it is received. ഒരു ഇൻകവും ഇൻകമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റൂല. എങ്ങനെയാണെങ്കിൽ unless until it is received എന്നാണ്. അത് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇൻട്രസ്റ്റ് ഇൻകം ആണ്. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ലോണിന്മേൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ബാങ്കിന്റെ ഇൻകം ആണ്. പക്ഷെ ആ ഇൻകം ക്രെഡിറ്റ് ചെയ്യാൻ പറ്റൂല. എന്തുകൊണ്ട്? ആ ഇൻകം നമ്മുടെ കയ്യിൽ കിട്ടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ക്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അത്തരം സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് ഓൺ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് cannot be credited to interest account. Interest on doubtful debt cannot be credited in the interest account. ഒരിക്കലും ഇൻട്രസ്റ്റ് ഓൺ ഡൗട്ട്ഫുൾ അസറ്റ്, ആ ഡൗട്ട്ഫുൾ ഡെപ്റ്റിന്റെ ഇൻട്രസ്റ്റ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല?
ഇൻട്രസ്റ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഇറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ഏത് അക്കൗണ്ട് ആണ്? എ ന്യൂലി ഓപ്പൺഡ് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട്. ഏത് അക്കൗണ്ട് ആണ്? ഈ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിലാണ് അതെന്ത് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യേണ്ടത്. കിട്ടിയ കുട്ടികളെ? അതായത് ഞാൻ ലോൺ എടുത്തു, ലോൺ ഡൗട്ട്ഫുൾ ആയിട്ട് കിടക്കുകയാണ്, ഇൻട്രസ്റ്റ് അതിമൊന്നും കിട്ടിയിട്ടില്ല. അക്കൗണ്ടിങ് ഇയറിന്റെ എൻഡില് ഈ ഇൻട്രസ്റ്റ് അക്കൗണ്ടിൽ അതിനൊരു 10,000 രൂപ ഇൻട്രസ്റ്റ് എനിക്ക് ബാങ്കിന് കൊടുക്കാനുണ്ട് ഞാൻ, പക്ഷെ ഞാൻ കൊടുത്തിട്ടില്ല. അപ്പൊ ആ 10,000 രൂപ ഇൻട്രസ്റ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പകരം ഒരു ന്യൂ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ദാറ്റ് അക്കൗണ്ടിന്റെ നെയിം ആണെന്ത്? ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിലേക്കാണ് ആ എമൗണ്ട് നമ്മൾ കൊണ്ടുപോകുക. ദെൻ ഈ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് നമ്മൾ ഫൈനൽ അക്കൗണ്ട് ഓഫ് ബാങ്കിങ് കമ്പനിയിൽ എന്താണ് ചെയ്യുക? അതാണ് നമ്മുടെ അടുത്ത പ്രശ്നം. എന്താ ചെയ്യുക? അതായത് ഇറ്റ് ഷുഡ് ബി credited to interest suspense account. In the balance sheet, interest suspense account is shown on the liability side of the balance sheet under the head other liabilities and provision. ഈ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എവിടെ കാണിക്കുമെന്നാ പറയുന്നത്? ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡില് അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻ എന്ന് പറയുന്ന ഹെഡില് കാണിക്കും. കിട്ടിയോ? ഓക്കെ, ദെൻ ഇനി എന്താണ് അതിന്റെ ജേണൽ എൻട്രി? എന്താണ് ജേണൽ എൻട്രി? ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ടോട്ടൽ ഇൻട്രസ്റ്റ്, ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഇൻട്രസ്റ്റ് റിയലൈസ്ഡ്, ടു ലോൺ അക്കൗണ്ട് ഇൻട്രസ്റ്റ് അൺറിയലൈസ്ഡ്. എന്താണത്? ടോട്ടൽ ഇപ്പോ ഈ വർഷം 24,000 രൂപയാണ് ഇൻട്രസ്റ്റ് കിട്ടേണ്ടത് എന്ന് വിചാരിക്കുക. എത്രയാണ്? 24,000 രൂപയാണ് ഈ വർഷം ഇൻട്രസ്റ്റ് കിട്ടേണ്ടത് ഡൗട്ട്ഫുൾ ഡെപ്റ്റിന്മേൽ. പക്ഷെ നമുക്ക് ആകെ 21,000 രൂപ മാത്രമാണ് കിട്ടിയത് എന്ന് വിചാരിക്കുക. എത്രയാണ്? 21,000 രൂപയാണ് കിട്ടിയത്. അപ്പൊ ടോട്ടൽ കിട്ടേണ്ടത് എത്രയാണ്? 24,000. അപ്പൊ നമ്മള് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ആ ടോട്ടൽ 24,000 നമ്മൾ എന്ത് ചെയ്യും? ആ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിൽ എഴുതും. ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് അത് എത്ര മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ? എമൗണ്ട് റിയലൈസ് ചെയ്തതാണ് നമ്മൾ എഴുതേണ്ടത്. 21,000 മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എത്രയാണ്? 21,000. ബാക്കി ടു ലോൺ അക്കൗണ്ട് എത്രയാണ്? ഈ 21 കിട്ടിയ ബാക്കി 3,000 അല്ലേ നമുക്ക് കിട്ടാനുള്ളൂ. ആ 3,000 എങ്ങോട്ട് പോകും? ലോൺ അക്കൗണ്ടിലേക്ക് പോകും. കിട്ടിയോ? എന്താണ് ജേണൽ എൻട്രി? ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഈ വർഷത്തെ ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ് എഴുതേണ്ടത്. ടു ഇൻട്രസ്റ്റ് അതിൽ എത്രയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയത്, കിട്ടാത്തത് എന്ത് ചെയ്യണം? ടു ലോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അതും എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. കിട്ടിയോ? അപ്പൊ ഞാൻ ആ എക്സാമ്പിളിൽ എന്താ പറഞ്ഞ, ഈ വർഷം ഇൻട്രസ്റ്റ് കിട്ടേണ്ടിയിരുന്നത് 24,000 ആണ്. ആ ടോട്ടൽ നമ്മൾ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതുക. പക്ഷെ എത്ര മാത്രമേ കിട്ടിയിട്ടുള്ളൂ? ഓൺലി 21,000 മാത്രമേ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ദാറ്റ് മീൻസ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ എത്ര? 21,000. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 21,000 എഴുതണം. പിന്നെ കിട്ടാത്ത ബാക്കി 3,000 ആണ്, അതെങ്ങോട്ട് മാറ്റണം? ടു ലോൺ എന്ന് പറഞ്ഞിട്ട് മാറ്റണം. ഇതാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്. കിട്ടിയോ നിങ്ങൾക്ക്? നമ്മള് ഇൻട്രസ്റ്റ് ഓൺ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ ഐറ്റം എങ്ങനെ ഒരു ബാങ്കിങ് കമ്പനിയിൽ ട്രീറ്റ് ചെയ്യും എന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ നമുക്കറിയാം, ഒരു ലോണ് അല്ലെങ്കിൽ ഒരു ഡെപ്റ്റ് ഡൗട്ട്ഫുൾ ആയി കഴിഞ്ഞാൽ എന്താണ് അതിൽ നിന്നും കിട്ടുന്ന എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെ, ഇൻട്രസ്റ്റ് അക്കൗണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല അല്ലെ, കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ആ ഇൻട്രസ്റ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എവിടെയാണ് ആ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? അതിനൊരു ന്യൂ അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യും. ആ അക്കൗണ്ടിന്റെ പേരാണ് എന്ത്? ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. എന്നിട്ട് അതിലേക്കാണ് ഈ ടോട്ടൽ ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് പോവുക. ഓക്കെ, ദെൻ ഈ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എവിടെ നമ്മൾ കാണിക്കും? ഫൈനൽ അക്കൗണ്ട് ഓഫ് ബാങ്കിങ് കമ്പനിയിൽ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻ എന്ന് പറയുന്ന ഹെഡിലാണ് ഈ എമൗണ്ട് കാണിക്കുക. ഓക്കെ, അതിന്റെ ജേണൽ എൻട്രി ആണ് നമ്മൾ പറഞ്ഞത്. ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ആ വർഷത്തെ ടോട്ടൽ ഇൻട്രസ്റ്റ്, ദെൻ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് എത്രയാണോ കിട്ടിയത്, ടു ലോൺ അക്കൗണ്ട് എത്രയാണോ കിട്ടാത്തത് അത്. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതിന്റെ പ്രോബ്ലം ഇതിന്റെ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.